ഇവിടെ മുച്ചിലോടില്ല. അങ്ങനെ ആളത്തെ പെരുങ്കളിയാട്ടത്തിന് ഇരുന്ന് നായിമാരെ വീട്ടിലെ പെണ്ണുങ്ങൾ തെയ്യം കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവർക്ക് ഇരിക്കാനൊരു പ്രത്യേക സ്ഥലമുണ്ട്. അതൊന്നും അവരെ അത്ര മൊട്ടാണിച്ചില്ല ആളത്തെ സാനികന്മാർ. അങ്ങനെ ഇവർക്ക് കുറി കിട്ടാതെ സങ്കടത്തോടുകൂടാ കളി. അങ്ങനെ തമ്പുരാട്ടിയൊക്കെ തക്കോളം തന്നെ ഇവരെപ്പുറം വന്നു. അങ്ങനെ ഈ മതിലിൻ്റെ കന്നിക്കില്ല ഒരു പ്ലാവ് ഉണ്ടായാലും അങ്ങനെ ആ പ്ലാവിൻ്റെ അടുക്കാണ് ഇവർ കുട വെച്ചത്. അന്ന് വെള്ളോല കുടയും കൊണ്ടാണ് പോലെ ഇവർ. അങ്ങനെ വെള്ളോല കുടയും കൊണ്ട് ആ കുട എടുക്കാൻ കിട്ടുന്നില്ല അവർ. അപ്പോൾ തമ്പുരാട്ടി ഇവരൊപ്പരം തന്നെ വന്നിരുന്നാണ്. അങ്ങനെ അപ്പുറം അടുത്ത ഒരു വയലിലെ പണിക്കാരനായ ഈ ചാണത്തലന്മാർക്ക് ഇന്നും ഇവിടെ ഒരു അവകാശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പൂരത്തിന് വെറ്റിലെടുക്കാവുള്ളതാണ്. കളിയാട്ട കാലത്ത് പഞ്ചാരക്കലം കൊണ്ടാണ്. അങ്ങനെ അവരാണ് ഇവർക്ക് ഈ അമ്മമാർക്ക് മുറുക്കാൻ കൊണ്ട് കൊടുത്തത്. ആ സങ്കല്പത്തിലാണ് ഇന്നും മുറുക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ പിന്നെ ഇവർക്കെല്ലാം വിവരം കൊടുക്കുന്നത്, ഇവരെല്ലാം വീട്ടിലേക്ക് വിവരം കൊടുക്കുന്ന മാപ്പിളയാണ്. അങ്ങനെ അവരെ വന്ന് പ്രശ്നം ചെയ്തു. അപ്പോൾ ദേവി ഇവരെ ഒക്കത്തക്കോളം തന്നെ കൈയെടുത്തിരി എന്ന് പറഞ്ഞ് അക്കാലം തന്നെ കളിയാട്ടവും കഴിച്ചു എന്നാണ് പറഞ്ഞത്. സ്ഥലം തീരുന്നതിന് ഒപ്പിട്ടെ ഇവിടെ കളിയാട്ടം കഴിച്ചിരുന്നാണ് കേട്ടുകളി. ഒരു 800 കൊല്ലം പെട്ടെ 850 കൊല്ലം പഴക്കമുണ്ട് ഈ സ്ഥലത്ത്. അക്കാലം തന്നെ തുണി ചുറ്റിയിട്ട് പെരുങ്കളിയാട്ടം കഴിച്ചു എന്നാണ്. ഒരു 4ഓളം പെരുങ്കളിയാട്ടം ഓർമ്മയിലുണ്ട്. കഴിഞ്ഞതിന് അപ്പുറത്ത് 75 ഇവരും കൂടെ വന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ പുറത്തെരുവത്ത് എന്ന് പറഞ്ഞാൽ ഈ തെരുവുണ്ട് ഇവിടെ, തെരുവിൻ്റെ പുറത്താണ് ഇത്. അത് ഈ പുറത്തെരുവത്ത് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അതിൽ ആ 8 തറവാട്ടുകാരിൽ പിന്നെ പ്രധാനപ്പെട്ട തറവാട് ഞങ്ങളുടെ തറവാടായിരുന്നു മുണ്ടിയാട്ട്. അപ്പോൾ ആ മുണ്ടിയാട്ട് തറവാടാണ് മുഖ്യ കോയ്മ. ബാക്കി എല്ലാ കോയ്മകളാണ്. അപ്പോൾ ആ മുഖ്യ കോയ്മ അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നീര് വീഴ്ത്തി ദേവസ്വത്തിലേക്ക് കൊടുത്ത് ആ സ്ഥലത്താണ് ഞങ്ങളെ പൂർവികന്മാർ കൊടുത്ത സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഈ കോയ്മ സ്ഥാനം വന്നത്. അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരികയാണ്. അന്നപൂരണി ദേവിയായിട്ടാണ് ഈ ദേവിയെ പിന്നെ ആഘോഷിക്കുന്നത്. എല്ലാ ദിക്കിലും ആരാധിച്ച് വരുന്നത് അന്നപൂരണി ദേവിയായിട്ടാണ്. അപ്പോൾ അന്നപൂർണേശ്വരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൈവേദ്യം ഭക്ഷണം. അവിടെ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം. അതൊരു നിർബന്ധമാണ്. അത് എത്ര ആൾ വന്നാലും കൊടുക്കണം. അതാണ് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ അന്ന് ഈ സാമൂഹ്യമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് ഈ സാധാരണയായിട്ട് ഈ വാണിയ സമുദായത്തിൽപ്പെട്ട പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാ നാട്ടിൽ നിന്ന് വന്നു കൂടി അവർ മാത്രമേ ഉണ്ടാകുമാറുള്ളൂ ഭക്ഷണം കഴിക്കാൻ. ഇന്നതല്ല. ഇന്ന് പിന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഒരു ദേശീയ ഉത്സവം എന്നുള്ള നിലയിൽ ഇതിനെ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ മൊത്തം 1.5 ലക്ഷം ആളുകൾക്കുള്ള ഭക്ഷണം ഈ 4 ദിവസങ്ങളിലായിട്ട് തയ്യാറാക്കി കൊടുക്കണം. പെരുങ്കളിയാട്ടം കാലത്തിന്റെ നെടുംപാതയിലൂടെ കടന്നു വരികയാണ് നേർത്ത ചിലമ്പച്ചകൾ. അന്തരീക്ഷത്തിന്റെ അപാരതയിൽ നിന്നും പതിയെ ഉയർന്നുയർന്നു വരികയാണ് അരമണികളുടെയും പള്ളിവാളുകളുടെയും ശബ്ദവീചികൾ. വർത്തമാന ഗ്രാമജീവിതത്തിന്റെ ബഹളാത്മകമായ ശബ്ദലോകത്തെ പതിയെ കീഴടക്കി അതിന്റെ ആത്മാവിൽ അടയിരിക്കുന്ന ശംഖനാദത്തെ വിളിച്ചുണർത്തുകയായി. കാലമെന്ന പേരാലിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളെണ്ണി ആകാംക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞിമംഗലം മക്കൾ പെരുങ്കളിയാട്ടമെന്ന സത്യത്തെ ആത്മാവുകൊണ്ട് തൊട്ടറിയുകയായി. ഇനി നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. എന്റേതില്ല, നിന്റേതില്ല, ഞങ്ങളുടേത് മാത്രം. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രം. ഒരു ഗ്രാമം മുഴുവൻ ഏകത്വഭാവം കൈക്കൊള്ളുകയാണ്. കൊച്ചു കല്ലുകളുടെ അടുക്കുകൾ ഒരു മഹാമേരു സൃഷ്ടിക്കുന്നത് പോലെ കാലത്തിന് അഭിമാനപൂർവം സമർപ്പിക്കാൻ ധർമ്മനിഷ്ഠമായ കർമ്മപഥത്തിന്റെ കൈലാസം ഈ ഗ്രാമീണർ സൃഷ്ടിക്കുകയാണ്. ഇവിടെ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംഘാടക സമിതിയും നാട്ടുകാരും ഒക്കെ ഇരുന്നത്. എന്താണ് അതിനുള്ള ഒരു കാരണം എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഒരു
വളരെ ഐക്യവുമായി ആദ്യമായി പങ്കെടുത്ത എല്ലാ മുഴുവൻ നാട്ടുകാർക്കും ഒറ്റയാൾക്കും മനസ്സിൽ 1000 ഓങ്കാര മന്ത്രമുണർത്തുന്ന മണികൾ മുഴങ്ങി. ഉപചാരപൂർവം പുടവകൾ കയ്യേറ്റ് ശിരോലങ്കാരമായി ധരിച്ച് പട്ടുടുത്ത് പള്ളിവാളെടുത്ത് പൊൻതിലകവും പൊന്മനസ്സിൻ്റെ വായ്ത്താരികളുമായി ദേവതകളുടെ പ്രതിപുരുഷന്മാർ കോമരങ്ങൾ തിരുവരങ്ങിലേക്ക്. നന്നായിരിക്കട്ടെ, ഗുണം വരണേ, ഗുണം വരണേ, ഗുണം വരുത്തി രക്ഷിച്ചോളുന്നുണ്ട്. തങ്കക്കുറി ശിരസിൽ അനുഗ്രഹമായി വിതറിയരുളുന്ന മൊഴികൾ ഗ്രാമജീവിതത്തിന് ദേവകരങ്ങളുടെ സ്പർശവും ആശ്വാസവും നൽകുന്നു. പെരുങ്കളിയാട്ടം ഒരനുഗ്രഹമായി ഉയർന്നു വന്നാൽ ആദിമുച്ചിലോടായ കരിവള്ളൂരിലാണ് ആദ്യം അറിയിക്കുന്നത്. മൂലഭണ്ഡാരം ക്ഷേത്രക്കോയ്മയെ ഏൽപ്പിക്കുകയാണ് അടുത്ത ചടങ്ങ്. വാരിയാലും കോരിയാലും തീരാത്ത അനർഘനിധി കോമരങ്ങൾ കോയ്മയെ ഏൽപ്പിച്ച് മഞ്ഞക്കുറിയിട്ട് അനുഗ്രഹിക്കുന്നു. പെരുങ്കളിയാട്ടം അമ്മയുടെ മംഗലമാണ്. സ്വന്തം മംഗല്യത്തിന് ആദ്യത്തെ നാണയത്തൊട്ടുകൾ അമ്മ തന്നെ നൽകി അനുഗ്രഹിക്കുന്നു. നീണ്ട 15 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. അമ്മയുടെ തിരുവഞ്ചികയിൽ പ്രാർത്ഥനാ പുരസ്സരം സമർപ്പിച്ച നാണയത്തൊട്ടുകൾക്ക് ഹൃദയവേദനകളുടെ സ്പന്ദനമുണ്ട്. പെരുങ്കളിയാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നവർ അത് ഏറ്റുവാങ്ങുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തെയാണ് ഏറ്റുവാങ്ങുന്നത്. മൂലഭണ്ഡാരവും അത് ഏറ്റുവാങ്ങുന്ന ചടങ്ങും പെരുങ്കളിയാട്ടത്തിൻ്റെ ഏറ്റവും മഹത്തായ ചടങ്ങുകളിലൊന്നാണ്. രണ്ടുദിനം ചേർന്ന സഭയിൽ അന്യരായി തീരുണ്ട് പണ്ഡിതന്മാരൊന്നു ചുവടുമാറ്റി സഭ വടക്കേൻ വാതിലിൽ ശാക്തേയ കർമ്മത്തിന് കളമൊരുങ്ങി. വാഴപ്പോള കൊണ്ട് ബലിപീഠമുണ്ടാക്കി കോത്തിരികളിൽ അഗ്നി ജ്വലിപ്പിച്ച് മഹാശക്തിക്ക് സമർപ്പിക്കുന്നത് ഒരു ജനതയുടെ ഹൃദയത്തെയാണ്, പ്രിയപ്പെട്ടതായ എല്ലാറ്റിനെയുമാണ്.
പള്ളിവാൾ കയ്യിലേന്തി 4 കോമരങ്ങളും ബാല്യക്കാർക്കും പരികർമ്മികൾക്കും അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് തിരുമുറ്റത്തേക്ക്. ചാണകവും കരിയും കവുങ്ങിൻ പാളയും നിലം മെഴുകി വൃത്തിയാക്കാൻ തയ്യാറാക്കി വച്ചു. ഭഗവതിയുടെ തിരുമുടി നിവരുന്ന കൈലാസത്തറയുടെ കന്നിമൂലയിലെ മണ്ണ് ആഴ്ന്നിറങ്ങുന്ന ആയുധത്തിൻ്റെ സ്പർശത്തിനു വേണ്ടി കാതോർക്കുകയാണ്. നിലംപണിയുടെ സംഘതാളത്തിൽ വിശ്വാസത്തിൻ്റെ നെടുവീർപ്പും കനകക്കുറിയും കലവറയിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ വിഭവസം. ഇന്ന് പാലയ്ക്ക് കുറിയിടൽ ചടങ്ങാണ്. ഗ്രാമം ഒന്നടങ്കം പാല വൃക്ഷച്ചുവട്ടിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ വ്യക്തിയില്ല, സമൂഹം എന്ന സ്വത്വം മാത്രം. പാല പാരമ്പര്യ വിശ്വാസപ്രകാരം മംഗളകർമ്മങ്ങൾക്ക് വിധിക്കപ്പെട്ട വിശുദ്ധ വൃക്ഷമാകുന്നു. ആ വൃക്ഷത്തിൻ്റെ സമ്മതമാരാഞ്ഞ് അങ്ങനെയാണ് ചടങ്ങ്. വൃക്ഷത്തിനും ഒരു ആത്മാവുണ്ടല്ലോ. പ്രകൃതിയിലെ ഏകത്വ സ്വത്വത്തിൽ ലയിച്ചു നിൽക്കുന്ന മുച്ചിലോട്ട് ഭഗവതി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം കണ്ണങ്ങാട്ട് ഭഗവതിക്കാണ്. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ഉത്ഭവത്തെ കുറിക്കുന്ന ഐതിഹ്യ കഥകൾ ഏറെയാണ്. തൻ്റെ സ്വർഗാരോഹണ വേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം പിന്മുറക്കാരായ ആയന്മാർക്ക് ആരാധിക്കുവാനുള്ള ദേവതയായി സാക്ഷാൽ യോഗമായയായ ദേവിയെ കാട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെ കണ്ണൻ കാട്ടിയ ദേവിയാണ് കണ്ണങ്ങാട്ട് ഭഗവതി എന്നൊരു പക്ഷമുണ്ട്. മറ്റൊരു പക്ഷം ശ്രീമഹാദേവനിൽ നിന്നാണ് ഈ ദേവതയുടെ ഉത്ഭവമെന്നാണ്. വയത്തൂർ കാളിയാര് തന്നെ ഈ ശ്രീമഹാദേവൻ. പയ്യാവൂര് മണിയാണിമാരുടെ ഒരു അധിവാസ കേന്ദ്രമാണ്. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ തൊഴിലാക്കിയ ഈ വിഭാഗത്തിൻ്റെ ദേവതയായ കണ്ണങ്ങാട്ട് ഭഗവതി ഉഗ്രമൂർത്തിയായിരുന്നു. വയത്തൂർ കാളിയാരീശ്വരൻ്റെ ഊട്ടുമഹോത്സവത്തിന് നാനാദേശത്തു നിന്നും മഹാജനങ്ങൾ വന്നെത്തും. ഈ ഉഗ്രമൂർത്തി അവരെ വല്ലതും ചെയ്തേക്കുമോ എന്ന് ശങ്കിച്ച് വയത്തൂർ കാളിയാർ ഊട്ടും വടിവും കഴിയുന്നതുവരെ കണ്ണങ്ങാട്ട് ഭഗവതിയെ വണ്ണായിക്കടവിൽ കരിങ്കല്ലിൽ ഇരുമ്പ് ചങ്ങലയിട്ട് തളച്ചു. വണ്ണായിക്കടവിൽ ഒരു കണ്ണും ഒരു ചെവിയും പൊത്തി ആവിനീരും കുടിച്ച് കൈതത്തണലിലിരിക്കാൻ അച്ഛൻ കൽപ്പിച്ചു. ഊട്ടുമഹോത്സവത്തിൽ വന്നെത്തിയ ആളടിയാന്മാരും കുടിപതികളും അവരുടെ കുഞ്ഞുങ്ങളും കിടാങ്ങളും കന്നുകാലി പൈതങ്ങളും ഈ മഹോത്സവം കണ്ണങ്ങാടിയെ ആനന്ദിപ്പിച്ചു. അവളുടെ രൗദ്രഭാവം മാറി. അവൾ ശാന്തസ്വരൂപിണിയായി. വയത്തൂർ കാളിയാർ അവളെ ഇരു കൈകളിലും ദിവ്യായുധം നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കി. ഭൂമിപാതാളത്തോടെ ഭഗവതി ഒരൂച്ചേരിക്കല്ലിൽ എത്തി. അവിടുന്ന് ഉദിന്നൂർ കോവിലകത്ത് സാന്നിധ്യം ചെയ്തു. അവിടെ കോവിലകത്തോട്ട് കുളിച്ചു തൊഴാൻ വന്ന കുത്തൂർ മണിയാണിയുടെ വെള്ളോല ചെയ്ക്കുട ആധാരമായി കൊറ്റിയിലകത്തോട് മുമ്പേതുവായി ശേഷിപ്പെട്ടു. അതാണ് ആദ്യത്തെ കണ്ണങ്ങാട്ട്. തുടർന്ന്
കാരളിക്കര, കൊക്കാനിശ്ശേരി, എടാട്ട്, കാങ്കോൽ, കുറ്റൂര്, കിഴക്കേ ആലക്കോട്, പെരിങ്ങോം, ആലപ്പടമ്പ്, രാമന്തളി, വെള്ളോറ എന്നിങ്ങനെ 11 ഇടങ്ങളിൽ ദേവി കുടിയിരുത്തപ്പെട്ടു. മുച്ചിലോട്ടുകാവിൽ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ സാന്നിധ്യത്തിൻ്റെ പുറകിലെ കഥ ഇങ്ങനെ. പയ്യന്നൂരും പരിസര പ്രദേശത്തും വസൂരി രോഗം പടർന്നു പിടിച്ചു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിക്കും വന്നു വസൂരി. പൂന്തുരുത്തി കണ്ണങ്ങാട്ടു നിന്നും കോറോത്ത് മുച്ചിലോട്ടു നിന്നും ഏളത്ത് പുറപ്പെട്ടു. കണ്ണങ്ങാടിയും മുച്ചിലോടിയും ഏക മനസ്സായി നിന്നാണ് വസൂരി രോഗം തടവി ഒഴിച്ചത് എന്നാണ് വിശ്വാസം. ഏരൂത്ത് അവസാനിക്കുമ്പോഴേക്കും നേരെ വൈകിയത് കാരണം കോറോത്ത് മുച്ചിലോട്ടേക്ക് തിരിച്ചു പോകാൻ മുച്ചിലോട്ട് പോതിക്കായില്ല. പൂന്തുരുത്തി കണ്ണങ്ങാട്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ ആയുധം വെച്ചു. അതോടെ പൂന്തുരുത്തി കണ്ണങ്ങാട്ട് പൂന്തുരുത്തി മുച്ചിലോടായി എന്നാണ് ഐതിഹ്യം. അതിനെ തുടർന്ന് എല്ലാ മുച്ചിലോട്ട് കാവുകളിലും കണ്ണങ്ങാട്ട് ഭഗവതിക്കും സ്ഥാനം ലഭിച്ചു. കാവിനോളം പഴക്കമുള്ള ഈ ചമ്പകമരം പെരുങ്കളിയാട്ടങ്ങളേറെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ മഹോത്സവത്തിൻ്റെ അണിയറയൊരുക്കങ്ങൾക്ക് വീണ്ടും സാക്ഷിയാവുകയാണിത്. കാടുചെത്തി വഴുതെളിയിച്ച് പന്തലിൻ്റെ മേലാപ്പിനായി ഓല നിവർത്തുമടഞ്ഞ് കയ്യും മെയ്യും കാലവും മറന്ന് ഒരു ഗ്രാമോർജ പ്രവാഹമാവുകയാണ് ഈ നാട്ടുകൂട്ടം. ചായം തേച്ച് ചമയമൊരുക്കി പള്ളിയറയും ഒരുങ്ങുന്നു.
ഇളം തലമുറയുടെ കണ്ണുകളിൽ വിസ്മയത്തിൻ്റെ പൂക്കാഴ്ച. നാളുകളേറെ കഴിയുമ്പോൾ അടുത്ത കളിയാട്ടം ഏറ്റു നടത്തേണ്ടവരാണ് ഇവരെന്ന് അവരറിയുന്നുവോ? മണ്ണിൻ്റെ ഉർവരതയിൽ നിന്നും മുളച്ചു പൊന്തുന്ന കന്നിനാമ്പുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പന്തൽക്കാലുകൾ ആകാശത്തിലേക്ക് ഉയരുകയായി. 1000 കാൽമണ്ഡപത്തെ ഓർമ്മിപ്പിക്കുന്ന ആശ്ചര്യക്കാഴ്ച. 10,000-ങ്ങൾക്ക് തണലായി തുണയായി മാറുന്ന ആശ്വാസസ്ഥലികൾ. നിലം പണി പുരോഗമിക്കുകയാണ്. ദേവതാ സാന്നിധ്യമുള്ള വിശുദ്ധ വൃക്ഷമായ ആൽമരം. ഇതിനൊന്ന് വലം വെച്ചാൽ തന്നെ പുണ്യം കൈവരുമെന്നാണ് ഗ്രാമവിശ്വാസം. ആൽത്തറ വൃത്തിയാവുകയാണ്. ക്ഷേത്രത്തിലെ മുഖമണ്ഡപവും കിംപുരുഷനും പാവക്കൂട്ടവും പരമ്പരാഗത രീതിയിലുള്ള വർണ്ണവിധിയുടെ കൂട്ടുമായി സുന്ദര രൂപം കൈക്കൊണ്ടു. എഴുന്നള്ളത്ത് മടത്തുംപടി ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക്. കൊയ്തിറങ്ങിയ വയൽവരമ്പിലൂടെ ഇളം തലയാട്ടി എതിരേൽക്കുന്ന പച്ചപ്പാടങ്ങൾക്കിടയിലൂടെ കാട്ടുപൂക്കൾ തല ഉയർത്തി നോക്കുന്ന വെളിമ്പറമ്പുകളിലൂടെ കല്യാണം കഴിയാതോടെ മണ്ണാർ തിരുവാലയം കുത്തിയപ്പേരപ്പെട്ട അവസരവും പ്രചരിപ്പിക്കുന്ന 5 ദിവസങ്ങളാണ്. ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്നും നേരെ പാറന്തട്ട നായരുടെ വീട്ടിലേക്ക്. ഈ വീട് ചരിത്രവും ഐതിഹ്യവും കൈകോർത്തു നിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ വീടിൻ്റെ കൊട്ടിലകത്തുള്ള തൂണിൽ കണ്ണങ്കാട്ട് ഭഗവതിയുടെ സാന്നിധ്യമുണ്ട്. പടിഞ്ഞാറ്റയിൽ തൂക്കിയിട്ട വെള്ളയും കരിമ്പടവും വിരിച്ച തൊട്ടിൽ കണ്ണങ്കാട്ടി ഭഗവതിക്കുള്ളതാണ്. കണ്ണങ്കാട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ
ഈ വീടിൻ്റെ പടിവാതിൽ കടന്നു വരുമ്പോൾ ഈ തൊട്ടിൽ താനെ ആടുമെന്നാണ് വിശ്വാസം. മുതുവടത്ത് കളരി കഴിഞ്ഞ് പാറന്തട്ടയിലേക്കുള്ള പാതയിലെത്തിയാൽ കണ്ണങ്കാട്ട് ഭഗവതിയുടെ കോമരത്തിന് ദർശനം കിട്ടും. പിന്നെ ഭഗവതി രൗദ്രഭാവം കൊണ്ട് ഓട്ടമാണ്. പാറന്തട്ട വീട്ടിലെ സന്തതികൾ വാഴാത്തതും പാളയിലെ പടുക്കയിലെ പോകുന്നതും അത് തറവാട്ടിനെ സങ്കടക്കടലിലാഴ്ത്തുന്നതും ഇതിൻ്റെ കാരണഭൂതൻ പഞ്ചുരുളിയാണെന്ന് കണ്ടെത്തുന്നതും പ്രശ്നം ചൊവ്വയെ എഴുന്നള്ളിച്ച് പരിഹാരം കണ്ടതും പാടിപ്പതിഞ്ഞ കഥകൾ. ഇന്നും എല്ലാം പുനരാവർത്തിക്കപ്പെടുന്നു, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. ഇനി ഗ്രാമീണ ഗൃഹങ്ങളിലേക്ക്. ദേവിയുടെ മംഗലം വിളിച്ചടങ്ങാണിത്. സാഹിത്യ നായകന്മാരെ, സാംസ്കാരിക നായകന്മാരെ ഞങ്ങൾ സമീപിക്കുകയും ഈ വസ്തുതകളെ, ദത്തങ്ങളെ ഒരു സ്മരണകൾക്ക്, പെരുങ്കളിയാട്ട സ്മരണകൾക്ക് എന്തൊക്കെയാണ് നിർവഹിക്കാനുള്ളത്? രേഖാചിത്രങ്ങളുമൊക്കെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഇക്കാലത്ത് ഈ സ്മരണകയുടെ പരിപ്രേക്ഷ്യം തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള സംരംഭം വിജയിപ്പിക്കാവുന്നത് വളരെ അതിനുള്ള ആചാര്യന്മാരെ, മാനവ പ്രശ്നങ്ങളുടെ മകഗോവിന്ദന്മാർ ആകെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ കൃത്യമായി വിലയിരുത്തുമെന്ന സരപ്പരിഷതി ദുർഗാനി വിശ്വാനാദേവേ സുന്ദം ദുർഗാഗ്നി വാമഗ്നിവർണാം ദേവീം ശരണമഹം പ്രപത്തി സുതരസിതരസേ നമഃ അഗ്നേ ത്വം വാരയാദയോ വിശ്വാനിനോ മേ മധുഗൈരവഗ്നി. ഒരു ഭാഗം തന്നെയായ സ്മരണീയയുടെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സോവനിയർ പ്രകാശനം ചെയ്തതായി അറിയിക്കും. ഈ സോവനിയർ പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം പെരുങ്കളിയാട്ട മഹോത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പുറത്തേക്കുള്ള ഒരു വരവും കൂടെയാണ്. അപ്പോൾ ആ ഒരു ഒത്തുചേരലിന് ഉത്സവങ്ങൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. ഒരുപാട് ലേഖനങ്ങളുടെയും കഥകളുടെയും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്മരണിക പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സഹായ സഹകരണങ്ങൾ നൽകണമെന്നും ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു. ചിത്രകാരന്മാർ, ഇതിലേക്ക് ഫോട്ടോ അയച്ചു തന്ന ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയ വ്യക്തികൾക്കും സ്മരണിക കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ്. ഈ ചിലമ്പിൻ്റെ പണിപ്പുരയായിട്ട് ആദ്യം മുതൽ തന്നെ വർത്തിച്ചത് ശ്രീ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലത്തിൻ്റെ വീടാണ്. അവിടെ വെച്ച് ഞങ്ങളെ
ഉപചാരപൂർവ്വം സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന അവിടുത്തെ അമ്മ ശ്രീ ജാനകി അമ്മയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള നന്ദിയും ഞാൻ അറിയിക്കട്ടെ. വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല അവർക്കുള്ള നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. പെരുങ്കളിയാട്ടത്തിൽ പരമമായ പ്രാധാന്യമുണ്ട് വരച്ചുവെക്കൽ ചടങ്ങിന്. ആചാരക്കാരുടെയും അടിയന്തരക്കാരുടെയും ഭൂതവർത്തമാന ചര്യകൾ വിലയിരുത്തപ്പെടും. ആരായിരിക്കും സർവൈശ്വര്യദായിനിയായ മുച്ചിലോട്ടമ്മയുടെ ആത്മാവിനെ ആവാഹിച്ച് കോലധാരിയാവാൻ വിധിക്കപ്പെട്ടവൻ? ആ ചരിത്ര ദൗത്യത്തിന് നിയോഗിതനാവാൻ മഹാഭാഗ്യസിദ്ധി കൈവരുന്ന അനുഗ്രഹീതൻ ചെറുജന്മാവകാശിയായ കണിയാനാണ് വരച്ചു വെക്കാനുള്ള അവകാശം. അന്തിത്തിരിയൻ്റെ കയ്യിലേക്ക് പകർന്ന അരിമണികളിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണവും ഏതോ അന്ധപ്രേരണയാൽ രാശിചക്രത്തിലൊന്നിലേക്ക് നിബന്ധിക്കപ്പെടുന്നു. പിന്നെ ഊതിയുണർത്തി നിലയും രാശിയും വ്യാഖ്യാനിക്കപ്പെടുന്നു. നേരത്തെ മനസ്സിലൊരുക്കി വെച്ച പല കണക്കുകളും കർമ്മരാശിയുടെയും ജന്മരാശിയുടെയും നടവഴികളിൽ പിഴച്ചു പോകുന്നു. ഒരിക്കലും കണക്കുകൂട്ടലുകളിൽ ഉൾപ്പെടാതെ നാട്ടുകൂട്ടത്തിൽ ലയിച്ചു നിൽക്കുന്ന ചിലരെങ്കിലും കൂട്ടത്തിൽ ഒരാളെന്നതിലുപരി പ്രകാശമാനമായ ഒരവസ്ഥയെ പ്രാപിക്കുന്നു. ഇതെല്ലാം ഈ രാശിപ്പന്തലിൻ്റെ നാടകീയ മഹത്വങ്ങൾ. പടിഞ്ഞാറ് നടയിൽ പ്രതിവാദികൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചിങ്ങദശയാണ് ആദ്യത്തെ ശേഷം. അപ്പോൾ ചിങ്ങദശയിൽ സ്വർണം മലർന്ന് വടക്ക് ഭാഗത്ത് പ്രവാണ് അരിമുപ്പത്തിൻ്റെ മേലെ കണ്ണത്തിൽ അടിഭാഗത്തെത്തില്ല ഉപരികണ്ണത്തിൽ മലർന്ന് വടക്ക് ഭാഗത്ത് ചെരുവ്. അപ്പോൾ ആരൂഢം ചിങ്ങദശയാണ്. 5ാം ഭാവത്തിൽ ചന്ദ്രോദയം, 6ാം ഭാവത്തിൽ ശനി, 8ാം ഭാവത്തിൽ കേതോദയം, 9 വ്യാഴോദയം, 10ാം ഭാവത്തിൽ ബുധൻ, 11 സൂര്യോദയം ഗുരുവോദയം, 12ാം ഭാവത്തിൽ ശുക്രൻ. അപ്പോൾ ശസ്ത്രദേശയത്തിൽ വിട്ടത് ധനുവാണ്. അവിടെ ആദ്യത്തെ ഉദയം ഗുരുവോദയം, 2ാം ഭാവത്തിൽ ശുക്രോദയം, 4ാം ഭാവത്തിൽ രാഹുദയം, 5ൽ ചൊവ്വ, 7ാം വ്യാഴത്തിൻ്റെ ഇഷ്ടവർത്തിത്വം കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വ്യാഴം 3ാമത് വ്യയനിഷ്ഠ തൃതീയസ്ഥ ഭാവാനിഷ്ഠ യഥാർത്ഥമാണ്. ഈ ദേവാലയപക്ഷത്തിൽ 12, 6, 3, 8 ഈ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് അനുകൂലമല്ല. അപ്പോൾ ആരൂഢം കൊണ്ട് വ്യാഴം 3ലും ഉദയാരൂഢം കൊണ്ട് വ്യാഴം 9ലും ഛത്രം കൊണ്ട് വ്യാഴം 11ാമത്തെ രാശികളിൽ ഈ 3 രാശികളിൽ ആരൂഢത്തിലാണ് വ്യാഴം വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഉദയത്തിൽ ഛത്രം നമുക്ക് വ്യാഴം 9 കിട്ടിയില്ല. ദേവതയായ ഛത്രം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ പറഞ്ഞാണ് പ്രാധാന്യം. അപ്പോൾ ആ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ ചിങ്ങരാശിക്കാണ്. അപ്പോൾ ഒരേ രാശിക്കോ ചക്രാരൂഢ രാശിക്കോ വ്യാഴം അനുകൂലമെങ്കിലും ഈ സ്വർണ്ണാരൂഢ രാശിയിൽ നിന്ന് വ്യാഴം വിക്രമത്തിൽ വരുമ്പം അതിൻ്റെ ദുസ്ഥിതി അതിൻ്റെ ദൈവാധീനക്കുറവിൻ്റെ സ്ഥിതികളിലാണ് നോക്കുന്നത്. ആരൂഢ രാശി ചിങ്ങരാശികളുണ്ട് തൊഴിലുടെ ദൈവാധീന കുറവ് സംഭവിക്കപ്പെട്ട നഷ്ടം പൊതുവെയാണ് സ്വർണ്ണത്തിൻ്റെ അവസ്ഥയോ അത് പറയാം. അപ്പോൾ സ്വർണ്ണാവസ്ഥ രീതിയിലാണ് സ്വർണം അരിമ്പുഷ്പത്തിൻ്റെ ഉപരിഖണ്ഡത്തിൽ മറന്ന് വടക്കോട്ടുള്ളതാണ്. സ്വർണ്ണത്തിൽ നമുക്ക് മറന്ന് കിട്ടുന്നത് അനുകൂലമാണ്. പ്രവം വന്നാൽ നമുക്ക് വാദവ്യാധി കവിണ്ണാകിൽ ശരിഞ്ഞാകിൽ വന്നത് ചില വ്യഥകളെ പറയാം. സാധാരണ പറഞ്ഞാൽ വ്യഥാദുഃഖം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ.
ചില ദൃഷ്ടികളിൽ പറയുന്നുണ്ട് എന്നാ ചെരുവ് വടക്കോട്ട് ചെരുവ് അനുകൂല സ്വഭാവം വരുന്നുണ്ട്. അതെ പ്ലവൻ ദോഷമാണ്. ഊർദ്ധമുഖം എന്നത് അനുകൂലമെങ്കിലും സ്വഭാവം നന്നായില്ല. അതുപോലെ സർവീശ്വരകാരകത്വം വഹിച്ച വ്യാഴത്തിന്റെ ഇഷ്ടത്തിന് കിട്ടിയില്ല. അപ്പോൾ നല്ല ഒരു മംഗളകാര്യം പോലെ നടക്കുമ്പോൾ അതിന് പ്രതിബന്ധമാകുന്ന പല വിഷയങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉത്തരവാദപ്പെട്ടത് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വിഷയം. അപ്പോൾ അത് ഏത് മേഖലയിലാണ് എന്നുള്ളത് കൂടെയാണ്. മകസായ ജോലിക്ക് ഇപ്രാവശ്യം കൊടുക്കുന്നതുകൊണ്ട് അല്പം ഉള്ളോട്ട് ചിന്തിച്ചാൽ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാവുന്നത് കാണും. ഉദയരാശിക്ക് ഒരു ഗുണം കിട്ടത് ഈ ചന്ദ്രവംശനും ഊർധ്വ പ്രശ്നം കോലധാരി വേണമെന്ന ഈ കോലധാരി ഈ ശരീരം തിരഞ്ഞെടുക്കുന്നതാണല്ലോ. അപ്പൊ അതിൽ മാറി നിൽക്കുന്നതുകൊണ്ട് ഈ ചില തത്വതർക്കങ്ങളോ അവകാശപരമായ വ്യത്യസ്തികളോ ആവശ്യത്തിന്റെ ഫലമല്ല. കോലധാരിയാവാൻ ചെറുജന്മാവകാശമുള്ള കുറുവാട്ട് വണ്ണാന്മാരുടെ പ്രതിനിധികളും വേദിയിൽ ആകാംക്ഷയുടെ മുൾമുനയിലിരിക്കുന്നു. പേര് സജീവ്. അതെ. എത്ര വയസ്സായി? 22. നവഗ്രഹങ്ങളുടെ നിൽപ്പും നിലയും കൽപ്പിക്കപ്പെടുന്നു. ഏഴിൽ ആദിത്യൻ കുളികൻ, 8ാം ഭാവത്തിൽ ശുക്രൻ, 10 രാഹു, 11 ചൊവ്വ. ഇതാണിപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രഹനില. ഇവിടെ വ്യാഴം ഉച്ചവൃത്തിയാണ്, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാധന വിഷയത്തിൽ വ്യാഴചന്ദ്രന്മാർ ഇഷ്ടത്തിൽ കിട്ടിയതുകൊണ്ട് ഈശ്വരാനുഗ്രഹമുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഇതായത് നോക്കേണ്ടത്. അതോടൊപ്പം മറ്റു ചില ദുസ്ഥിതികൾ ഈ പാപോദയം കൊണ്ടുണ്ട്. അത് നോക്കിയിട്ട് ചില പരിഹാരം വേണ്ടി വരും. മറ്റേ രാശി ഇട്ടത് നമുക്ക് നോക്കി രണ്ടാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ്. ആ രാശിക്ക് ബുധന്റെ ഉദയം, 2 ആദിത്യൻ കുളികൻ, 3ാം ഭാവത്തിൽ ശുക്രൻ, 5 രാഹുദയം, 6 ചൊവ്വ, 8 ചന്ദ്രൻ, 9 ശനി, 11 കേതു, 12 വ്യാഴം. ഇവിടെ വ്യാഴം 12 രാജേഷ് പ്രതിയായതുകൊണ്ട് ആ തുമ്പാപ്പാട നിഷ്ഠമായിട്ട് പറയാം. നാലാമത് ചന്ദ്രൻ വന്നാലും 10 വരുമല്ലോ. അതെ, അതിൻ്റെ ദോഷമുള്ളൂ. ചന്ദ്രന്റെ ഇഷ്ടത്തിൽ ആമക്കളും 7 വരികയാണെങ്കിൽ ആദ്യം മുതൽ ദീപദൂഷണമാണ്. പൂജാച പ്രസ്ഥാനം വൈകല്യം ഇതൊക്കെ കൂടുതലെ ബന്ധപ്പെട്ടവരെന്ന് പ്രാർത്ഥിച്ചാൽ രാജേഷിന് പറ്റുമോ സംശയമുണ്ട്. അവകാശം എന്താണെന്നൊരു ഒരു കാര്യം തെറ്റപ്പോൾ രണ്ടിനും പ്രശ്നം തന്നെ ഏതാണ് ചുരുങ്ങിയ പ്രശ്നം അത് നമുക്ക് എടുക്കാം. പുരുഷാരമേറ്റുപറഞ്ഞ ഒരു പേരിൻ്റെ പേരിലും പ്രശ്നത്തില്ല. പിന്നെ ജന്മകർമ്മപാതകളിൽ വിസ്താരം, വിധി അലംഘനീയം. പലരുടെയും ഹൃദയമിടിപ്പിൻ്റെ താളം പിഴക്കും. ആകാംക്ഷ മുറ്റുനിൽക്കുന്ന നാടകീയമായ നിമിഷങ്ങൾ. മകരം അറ്റാച്ചിന് വൃശ്ചികം അപ്പൊ ഇത് വൃശ്ചികൻ രാശി 12 അതിന്റെ വൃശ്ചികൻ രാശിക്ക് ദൈവാധമില്ല. 12 വ്യാഴം ചന്ദ്രൻ. മറ്റതില് വ്യാഴം 12 ചന്ദ്രനാണ് മാർഗതിയാണ്. അപ്പൊ രാജേഷിനെയാണ് ഇവിടെ ദൈവാസിനെ കാണുന്നത്. രാജേഷിന് വേണ്ട എല്ലാ പിന്തുണ വരച്ചുവെപ്പിൻ്റെ പരിസമാപ്തി സമൂഹ ഭക്ഷണത്തോടെയാണ്. തുമ്പപ്പൂവത്തെ ചോറും വടക്കിൻ്റെ രുചിമേളം വിളിച്ചറിയിക്കുന്ന കൂട്ടാനും മറ്റും അടുക്കളയിൽ തയ്യാറായി കഴിഞ്ഞു.
വെയിലും നിഴലും ചിത്രമെഴുതുന്ന പന്തലിൽ ജാതിയും മതവും കുലവും മറന്ന് മെയ്യോട് മെയ് ചേർന്ന് സമൂഹ ഭക്ഷണം. വാലിയക്കാർ ഭക്ഷണം വിളമ്പാൻ തയ്യാറായി കഴിഞ്ഞു. എങ്ങും ഉത്സവത്തിൻ്റെ ഉത്സാഹത്തിമർക്കുക. സംഘബോധത്തിന് കരുത്താകുന്നു ഈ ചടങ്ങുകൾ. പ്ലാവ് വിശുദ്ധ വൃക്ഷം തന്നെ. ഉത്രാടത്തിൻ്റെ വൃക്ഷമായും ഇതറിയപ്പെടുന്നു. പെരുങ്കളിയാട്ടത്തിന് തിരുമുറ്റത്തൊരുക്കുന്ന അഗ്നികുണ്ഡം തയ്യാറാക്കുന്നത് ഈ പ്ലാവ് കൊണ്ടാണ്. ഭൂമി പൂജയും വൃക്ഷപൂജയും നടത്തി കോടിയുടുപ്പിച്ച് കുറിയിട്ട് ആചാരപൂർവം പ്ലാവിൻ്റെ മുകളിൽ കോടാലി വെക്കുന്നു. പുതിയ പീഠത്തിനും ഈ മരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങോട്ട് തെറിക്കല്ലേ ഇതിന്. കൊമ്പും കുഴലും വാദ്യമേളങ്ങളും
ഗ്രാമം പാതയോരങ്ങളിൽ നിറഞ്ഞു നിന്നു. ആചാര്യ സ്വീകരണമെന്ന ചടങ്ങ് ആരംഭിക്കുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിനെ ബഹുമാന പുരസ്സരം തിരുസന്നിധിയിലേക്ക് ആനയിച്ചു. ക്ഷേത്രസന്നിധിയിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച് ക്ഷേത്രപ്രദക്ഷിണം നടത്തി ആചാര്യൻ സ്ഥാനത്ത് ഉപവിഷ്ടു. പെരുങ്കളിയാട്ട ചടങ്ങുകൾ ആചാര്യനുമായി ചർച്ച ചെയ്യപ്പെട്ടു. ആചാര്യൻ പള്ളിയറയിൽ കയറി ചടങ്ങുകൾ ആരംഭിച്ചു. മുച്ചിലോട്ടമ്മയുടെ അനുഗ്രഹീതരായ മക്കൾ കലശം കുളിക്കാൻ തയ്യാറാകുന്നു. ഇനി വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ. അഹംബോധം മറന്നു സമൂഹ സ്വത്വത്തിൻ്റെ ഭാഗമായി പരിണമിക്കുന്ന നിമിഷങ്ങൾ. എണ്ണ തേച്ച് ക്ഷേത്രക്കുളത്തിലെ തെളിനീരിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. പിന്നെ മന്ത്രപുരസരം അക്ഷതവും തുളസിയും ദർഭയും ചന്ദനവും ഫലവും ചേർത്ത് തയ്യാറാക്കിയ കലശതീർത്ഥം ദേഹത്ത് തളിച്ച് വിശുദ്ധി നേടുന്നു. ആചാര്യരുടെ ആശീർവാദം.